ഹായ് മച്ചാന്മാരെ, ആരും പോവരുത്. നമ്മുടെ കൊല്ലം കുണ്ട്രയിലെ സിയാദിന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാനാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വീഡിയോ ഒന്ന് കണ്ടോ. അപ്പം നമ്മള് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ആ വീഡിയോ കണ്ടിട്ട് ഞങ്ങള് സംസാരിക്കണല്ലേ നല്ലത്. നമ്മള് ആ വീഡിയോയിലേക്ക് പോവാം. ഒന്നാളൊരു ടൈം മിസ്സിംഗ് കേസിന് ഒന്ന് പിടിച്ചോണ്ട് പോയായിരുന്നു വീട്ടിൽ നിന്ന്. പെരുമ്പഴേന്ന് ഒരാളെ വന്ന് രാത്രി കിടന്നുറങ്ങിയപ്പോ കിടന്ന് വിളിച്ചോണ്ട് വന്നായിരുന്നു, ഒരു പാർവതി എന്ന് പറയുന്ന ഒരുത്തിക്ക് വേണ്ടി. ഓർമ്മയില്ലേ? പെരുമ്പഴ കുരിശടി എടുത്ത് 2 പിള്ളേർ മിസ്സിംഗ് കേസിന്. ഓർമ്മയുണ്ടോ? ഇപ്പൊ എന്താ പറ്റിയെന്ന് അന്ന് സാറിനടുത്ത് എല്ലായിടത്തും ഞാൻ പറഞ്ഞില്ലേ, എന്റെ പപ്പാക്ക് വയ്യാത്തയാന്നോ. അന്ന് സാറ് അവിടെ ഇട്ട് ഇടിച്ചെന്ന് അന്ന് അവിടെ വെച്ച് പപ്പ പറഞ്ഞായിരുന്നു. സാറാ ഇടിച്ചെന്നും പറഞ്ഞ്. ഇപ്പൊ എന്റെ പപ്പ പോയി. ഞാൻ എന്റെ കാര്യം പറയുന്നേ തെളിവുണ്ട് സാറേ. അങ്ങനെ ആശുപത്രി പോയപ്പോ ഇത് ആരെ ഇടിച്ചെന്ന് വെച്ച് നട്ടല് മൊത്തം പഠിച്ചപ്പോ സീരിയസ് ആയിട്ട് കിടന്ന് ഇപ്പൊ പോയി. അന്ന് സാറിന്റെ അടുത്ത് 100 വട്ടം ഞാൻ പറഞ്ഞതാ വയ്യാത്ത ആളാ പോയി. ഞങ്ങൾക്കത് ഇല്ലാതെ വന്നത്. ജനങ്ങൾക്കൊരു കാര്യം മനസ്സിലായല്ല ആരെ ഭാഗത്താണ് തെറ്റെന്ന്. ആ കൊച്ചു പോലീസുകാരനെ സ്വന്തം വാപ്പ മരണപ്പെട്ടതിന് സംഭവം ഇല്ലേ വിളിച്ച് പോലീസുകാരൻ്റെ അടുത്ത് സംസാരിച്ചപ്പോ തന്നെ ആ പോലീസിന്റെ ആ സംസാരത്തിൽ തന്നെ നമുക്ക് പ്രേക്ഷകരെ നമുക്ക് മനസ്സിലാക്കാനേ പറ്റുള്ളൂ ഇത് യഥാർത്ഥ സംഭവമാണ്. സംഭവം എന്തെന്ന് വെച്ചാൽ അവിടെ 2 കുട്ടികൾ മിസ്സായി പോയി. 2 പിള്ളേര് മിസ്സായി പോയി. അതിനെ സംബന്ധിച്ചാണ് സിയാദ് എന്ന് പറഞ്ഞ വ്യക്തിയെ കസ്റ്റഡിയിൽ പോലീസ് എടുക്കുന്നത്. പോലീസ് എടുത്തപ്പോൾ അതിനെ നല്ല രീതിയിൽ പുള്ളിക്കാരനെ മർദ്ദിച്ചു എന്നാണ് മകള് പറയുന്നത്. ഞാൻ പറയട്ടെ, ഇപ്പൊ ആ 2 അയൽവക്കത്ത് 2 പിള്ളേര് മിസ്സിംഗ് ആണ്. ഈ പുള്ളിക്കാരൻ വണ്ടി ഓടിയൊക്കെയാണ് ജീവിച്ചു വരുന്നത്. അപ്പൊ ഞാൻ ഒരു സംശയത്തിന്റെ രീതിയിലാണ് ഈ പുള്ളിക്കാരനെ പിടിച്ചത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതിലെന്തോ വ്യക്തി വൈരാഗ്യം ഈ പുള്ളിക്കാരന്റെ അടുത്തുണ്ട്. കാര്യം ഒന്നുമില്ല, ഫേക്ക് കേസാണത്. ആ 2 പിള്ളേര് കാണാതെ പോയതേ ഫേക്കാണ്. ഫേക്ക് എന്ന് പറഞ്ഞാൽ ആ പിള്ളേര് കിട്ടി. അപ്പൊ അതിന്റെ കാരണത്തില് എങ്ങനെയും ഈ പുള്ളിക്കാരനെ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ കെട്ടി 2 ചായ്ക്കണം എന്നുള്ള അതോടെയാണ് അങ്ങോട്ട് പുള്ളിക്കാരനെ കൊണ്ടുപോയി മച്ചാനെ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരെ നിങ്ങളും കാണാം. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കൊണ്ടുപോയി അവന്റെ വാരിയല് നോക്കിയൊക്കെയാണ്, വാരിയല്ലും അവന്റെ ഈ കരൾ ഭാഗം ഉണ്ടല്ലോ അവിടേക്കാണ് ഇടിച്ച് മോശം രീതിയിൽ യമ്മര് അപ്പൊ ഞാൻ അല്ല ആ കുട്ടി പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എന്റെ അച്ഛനും സുഖമില്ലാതെ കിടക്കുകയാണെന്ന് ആ കുട്ടി പറയാണ്. എന്നിട്ട് അത് നോക്കാതെ നടത്തുകൊണ്ടാണ് സുഖമില്ലാത്ത ആളെന്ന് പ്രത്യേകിച്ച് പറയാണ്. എന്നിട്ട് പോലീസ് കസ്റ്റഡിയിലേക്ക് പിന്നെ മകള് പോയപ്പോഴേ പിന്നെ സിയാദ് എന്ന് പറഞ്ഞ വ്യക്തി, അതായത് ആ കൊച്ചിന്റെ അച്ഛൻ പറയണ എന്നെ മർദ്ദിച്ചെന്ന് പിന്നെ ആള് പ്രത്യേകിച്ച് പറയാം. അങ്ങനെ പുള്ളിക്കാരന എന്നിട്ട് പറഞ്ഞു വിട്ട് അപ്പനെ ഇവര് പോലീസ് എന്തോ മറ്റേ എനിക്ക് അല്ലല്ല ഇതിലെന്തോ മുൻവൈരാഗ്യവും ആ പോലീസിന് കാണും. ഒന്നുമില്ല, ആ മറ്റേ മിസ്സിംഗ് ആയ പിള്ളേരിൽ അവരിൽ തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ട് ഈ പോലീസുകാരനെ കണ്ടിരിക്കും. അങ്ങനെ ആയിരിക്കും. കാരണം ഞാൻ പറ്റേ ഇപ്പൊ എന്നെ ഇപ്പൊ ഒരു നാട്ടുകാര് പറഞ്ഞ് അല്ലെ ഞാൻ ഒരു തെറ്റുകാരനാണ്, ഞാൻ എന്നെ ഒന്ന് സംശയപ്പെട്ട് എന്നെ പോലീസ് കൊണ്ടുപോയി പെട്ടെന്ന് എന്നെ മോശം രീതിയിൽ എന്നെ ദേഹോത്രമൊന്നും ചെയ്യില്ല. നമ്മളെ കുറച്ചു നേരം നമ്മൾ ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടില്ലേ അത് ഞാൻ തെറ്റുകാരൻ അറിഞ്ഞാൽ തന്നെ എന്നെ എടുത്തിട്ട് മർദ്ദിക്കുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതൊരു നാടകീയ രംഗം ഇവിടെ അരങ്ങേറ്റം നടത്തി ഒരു നാടകം എന്ന് വെച്ചാൽ ഈ പിള്ളേര് ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പെട്ടെ, ഇപ്പൊ മച്ചാൻ എനിക്ക് 2 ഇടി തരണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എന്റെ പിള്ളേരെ എവിടെയെങ്കിലും ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ എന്തെങ്കിലും ഒരു ഇട്ടിട്ട് എന്റെ മോളെ എന്റെ മക്കൾ 2 പൊടി പിള്ളേരെ കാണാനില്ല, മിസ്സിംഗ് ആണ് എന്നും പറഞ്ഞ് ഞാൻ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത് മച്ചാനെ കൊണ്ടിട്ട് വേഷ രീതിയിൽ ഇടിപ്പിച്ച്. എനിക്കൊരു ചോദ്യമുണ്ട്, എന്തിന്റെ പേരിലാണ്, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇവനെ കസ്റ്റഡിയിൽ എടുത്തത്? അത് വ്യക്തമായ കൊള്ളായിരുന്നു. അതാണ് ഞങ്ങളും ചോദിക്കുന്നത്. അതാണ് ഈ പ്രേക്ഷകർക്ക് അറിയുന്നത്. 2 പിള്ളേർ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് ഓക്കെ, അത് ഇയാൾ പിന്നെ എന്തെങ്ങനെയാണ് മനസ്സിലായത് ഇവരാണ് തട്ടിക്കൊണ്ടുവരുന്നത്? കസ്റ്റഡിയിലെടുക്ക ചോദ്യം ചെയ്യാൻ സ്വാഭാവികം. ആളുടെ ദേഹത്ത് മർദ്ദനേൽപ്പിക്കാൻ റൈറ്റ് ഇല്ല. അത് ആ വീട്ടുകാര് പറഞ്ഞു കൊടുത്തതാണെന്ന്. ആ വീട്ടുകാര് പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസുകാരൻ കൊണ്ടിട്ട് മപ്പിന് ചാമ്പി വിട്ടത്.
ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ആ രണ്ട് കുഞ്ഞുങ്ങൾക്ക് തന്തയില്ലാതായി, തീർച്ചയായിട്ടും തന്തയില്ലാതാക്കി. ആ കുട്ടിയുടെ കരച്ചിലേക്കുമെന്നാണ് സഹിക്കാൻ പറ്റുന്നത്. അയ്യോ അവര് പിന്നെ ആ കുഞ്ഞുങ്ങളെ മർദ്ദിച്ച ഉദ്യോഗസ്ഥരുടെ സംസാരിക്കുമ്പോൾ മനസ്സിലായോ ആ കൊച്ചിന്റെ മാനസികാവസ്ഥ? ഒന്നല്ല സാധാരണപ്പെട്ട ഒരു പാവപ്പെട്ട കുടുംബം, അന്നന്ന് കൊട്ടി ജീവിക്കുന്ന കുടുംബമാണ്. ആ വീട് കണ്ടറിയാം. അയ്യോ ആ പുള്ളിക്കാരന്റെ വൈഫ് കണ്ട, ആ വൈഫിനെ കണ്ടാൽ തന്നെ നമ്മള് അയ്യാഭാവം തോന്നും. അത്രയ്ക്കും പാവപ്പെട്ടവരാണ്. അപ്പൊ മച്ചാന് ഞാൻ ഉള്ള കാര്യം പറയല്ലേ, നമ്മുടെ ഈ കേരളത്തിൽ നടക്കണമെന്ന് വെച്ചാൽ ആൾബലവും പൈസ ഉണ്ടെങ്കിൽ ആരെ എന്തും ചെയ്യാം, ആരെയും കൊല്ലാമനെ. എനിക്ക് കേരള പോലീസിനോട് ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട്. നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്, പിന്നെ നിറയെ പോലീസുകാരുണ്ട്. ഇതിൽ ഒരു 10% വരുന്ന ഗുണ്ടകളുണ്ട്. ഇവന്മാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പ്രത്യേകിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു യോഗ്യത ഇല്ല ഈ സർവീസിലിരിക്കാൻ, മനസ്സിലായില്ലേ? ഒരു ക്വാളിറ്റി ഇല്ലാത്തമാര് കുറെ എണ്ണം ഉണ്ട്. അല്ല മച്ചാനെ, ഇവനെയൊക്കെ പോലത്തെ തെണ്ടിത്തനം കാണിക്കലാണ് ന്യായമായിട്ട് മാനമരായിട്ട് ജോലികൾ നോക്കുന്ന പോലീസുകാർക്ക് പോലും മോശം രീതിയിൽ വരും. എല്ലാവർക്കും ചീത്തപ്പേരായി മാറും. നമ്മളിപ്പോ എല്ലാ പോലീസിനെയും ചുറ്റിപ്പിടിക്കണല്ലേ. കാരണം ഇവിടെ നമ്മുടെ കേരളത്തിൽ നല്ല നല്ല പോലീസുകളുണ്ട് ഒരുപാട്. കാരണം ഈ ഇപ്പം നമ്മുടെ ചെന്നിത്തല സാറിനെ സംബന്ധിച്ചോളം ഇപ്പൊ നല്ലൊരു സൂപ്പാറിന് കേസിലൊക്കെ പോലീസുകാർ ഒട്ടക്കി കിടന്ന് പ്രവർത്തിക്കാനാണ്. അതിനൊക്കെ ഒരു ബൂട്ട് സല്യൂട്ടാണ് സാറന്മാരെ. പക്ഷെ ഈ 10% വരുന്ന ഗുണ്ട പോലീസുകാരന്മാരുണ്ട്, അവർക്കുള്ള വീഡിയോ ആണ്, മനസ്സിലായില്ലേ? ഇത് ഈ 10% ഉള്ളവന്മാരാണ് മറ്റുള്ള നല്ല ഉദ്യോഗസ്ഥന്മാരെ കൂടെ ചീത്തപ്പേരേൽപ്പിക്കുന്നത്. ഇത് എന്ത് അർത്ഥത്തിലാണ് ഇത്രയ്ക്ക് അവര് ഹോസ്പിറ്റലിൽ വേണ്ടി സ്കാൻ ചെയ്തെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞത്? ഭാര്യയിലൊക്കെ ക്ഷതം സംഭവിച്ചിട്ടുണ്ട്, ഭാര്യയിലൊക്കെ ഇടിച്ച് ഇല്ലാതാക്കി. എസ്ര എടുത്തപ്പോ സ്കാനിങ് ചെയ്തപ്പോഴും എസ്ര എടുത്തപ്പോഴും പോലീസ് മർദ്ദിച്ചതിന്റെ പാടുകൾ ഉള്ളിൽ കിടക്കണം. കുട്ടിയെടുത്ത് ചോദിച്ചു ഡോക്ടർ ആര് മർദ്ദിച്ചെന്ന്. അപ്പൊ ആ മോള് പറഞ്ഞ് എന്റെ അച്ഛനെ പോലീസ് പിടിച്ചോണ്ട് പോയാണ് ഇങ്ങനെ ഈ രൂപത്തിലാക്കി വിട്ടെന്ന്. പാവം ഇപ്പൊ നമ്മളെ ആ പുള്ളിക്കാരൻ നമ്മളെ ഇവിടെ ഇല്ല. ഇപ്പൊ പുള്ളിക്കാരൻ മരണപ്പെട്ടു, ഇന്ന് 2 ദിവസമായി മരണപ്പെട്ടിട്ട്. പാവം ഇതെന്താ പട്ടിയും പൂച്ചയോടെ നീയൊക്കെ തല്ലിക്കൊല്ല ഒരു കൊച്ചിന്റെ ആ കുടുംബത്തിന്റെ മാനസികാവസ്ഥ നീയൊക്കെ മനസ്സിലാക്കുന്നത്? ഇത് സത്യം പറഞ്ഞാൽ വീട്ടിലുള്ളവരെ കൊണ്ടിട്ട് ഇടിയടാ. ഇത് പോലീസിന്റെ ഗുണ്ട വളട്ടെ. പക്ഷെ ഈ പോലീസ് മച്ചാനെ ചെയ്ത എന്തെന്ന് വെച്ചാൽ ക്യാഷ് വാങ്ങിച്ചിട്ട് ചെയ്തതുപോലെയുള്ള ഒരു സംഭവമാണ്. ഇതിപ്പോ മനസ്സിലാക്കുന്നത് നീ പറഞ്ഞ പോലെ ആയിരിക്കാം, കാരണം അങ്ങനത്തെ രീതിയാണ് പോണത്. കാരണം ഞാൻ പറയുന്നത് ഉയർന്ന ഉദ്യോഗസ്ഥർ ഇതിന് നല്ല രീതിയിൽ അന്വേഷണം ആരംഭിക്കണം എന്നുള്ള നമുക്ക് റിക്വസ്റ്റ് ആണ്. ഞങ്ങൾക്ക് മാത്രമല്ല ജനങ്ങളെ റിക്വസ്റ്റും കൂടെയാണ്. അല്ല വേറൊരു കാര്യമുണ്ട്, ഈ പോലീസിനെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടണം. എനിക്ക് വേറൊരു കാര്യം, ഇങ്ങനെയുള്ള തെറ്റുകാരന്മാർക്ക് ഉടനെ കൊടുക്കും പണിഷ്മെന്റ്, സസ്പെൻഡ് അല്ല വേണ്ടത്, പിരിച്ചു വരണം. എന്നിട്ട് നല്ല 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 ചെറുപ്പക്കാർ പയ്യന്മാരുണ്ട്, അവരെ കാരണം പോലീസിൽ ഇവനൊക്കെ ഇനി നമ്മളെ സ്റ്റേഷനിൽ വെച്ചോണ്ടിരിക്കല്ലേ. ആ പ്രതിക്കെതിരെ നമ്മുടെ പ്രതിയല്ല നമ്മുടെ സിയാദിന് നീതി കിട്ടണം. കാര്യം വെച്ചാൽ സിയാദിന്റെ ശരീരത്ത് ഏതൊക്കെ പോലീസ് കൈവച്ചിട്ടുണ്ടോ അവരെല്ലാം കസ്റ്റഡിയിലെടുത്ത് ജോലിന്ന് പറഞ്ഞു വിട്ടോണം. അതാണ് ഞങ്ങളെ സസ്പെൻഡ് കൊണ്ട് നിർത്തരുത്, പിരിച്ചു വിടുക. അപ്പൊ ഇവർ ഈ സസ്പെൻഡ് ചെയ്യുന്നതാണ് അവർ മനസ്സിലാക്കുന്നതാ. നമുക്കൊരു കേസ് ചെയ്താൽ സസ്പെൻഡ്, അല്ലെങ്കിൽ 6 മാസം സസ്പെൻഡ്, 6 മാസം ശമ്പളം. അത് നടക്കാത്ത കേസാണ്. ബഹുമാനപ്പെട്ട പിന്നെ അധികൃതരോട് എനിക്ക് പറയാനുള്ളത്, ഇവരെ ഡിസ്മിസ് ചെയ്യണം. ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറഞ്ഞവരെല്ലാം ഡിസ്മിസ് ചെയ്യണം. എന്നിട്ട് ചെറുപ്പക്കാർ പയ്യന്മാരുണ്ട്, അവരെ കയറ്റി വിടണം. അല്ലെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ മച്ചാന്മാരെ സിയാദിന് വേണ്ടി നിങ്ങൾ എല്ലാവരും കട്ട സപ്പോർട്ടാട്ടിക്കണം. കാര്യം ഒന്നിച്ച് പോരാടണം. കാര്യം ഒരു സാധാരണപ്പെട്ട കുടുംബമാണ്. ഇന്ന് അവർക്ക് സംഭവിച്ച് നാളെ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. അപ്പോ ഓക്കെ, വീഡിയോ വൈൻഡ് അപ്പ്.